എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ യൂട്യൂബ് വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ നാളെ ബുധനാഴ്ച ഷോർട്ട് സെല്ല് ചെയ്യാനുള്ള ചില ഷെയർസാണ്. അപ്പോൾ ഷോർട്ട് സെല്ല് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഷോർട്ട് സെല്ല് ചെയ്യാൻ അറിയുന്നവർ മാത്രം ചെയ്യുക. ഷോർട്ട് സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ അന്ന് തന്നെ നമുക്ക് കവർ ചെയ്യണം. അതായത് നാളെ ഷോർട്ട് സെല്ല് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നാളെ തന്നെ അത് ബൈ ചെയ്തിരിക്കണം. കണ്ടീഷൻ നമ്പർ 1. കണ്ടീഷൻ നമ്പർ 2 എന്ന് വെച്ചാൽ നിഫ്റ്റി ഒരു ഡൗൺ ട്രെൻഡ് ആണെങ്കിൽ, നിഫ്റ്റി ഒരു ഡൗൺ സൈഡ് ആണെങ്കിൽ, അല്ലെങ്കിൽ നിഫ്റ്റി ഒരു നെഗറ്റീവ് ആണെങ്കിൽ മാത്രമേ ഈ ഷെയർസ് ഷോർട്ട് സെല്ല് ചെയ്യാൻ പാടുള്ളൂ. കൃത്യമായ എൻട്രി പോയിൻ്റ് പറയുന്നുണ്ട്. ആ എൻട്രി പോയിൻറ്റിൽ ഷോർട്ട് സെല്ല് ചെയ്യാൻ പറ്റിയാൽ മാത്രമേ ഷോർട്ട് സെല്ല് ചെയ്യാൻ പാടുള്ളൂ. 3ാമത്തെ കണ്ടീഷൻ. 4, കൃത്യമായ സ്റ്റോപ്പ് ലോസ് പോയിൻ്റ് ഇട്ടിരിക്കണം. ഈ കണ്ടീഷനെല്ലാം ചെയ്തതിന് ശേഷം കണ്ടീഷനെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് മാത്രമേ ഷോർട്ട് സെല്ലിന് നിൽക്കാനായിട്ട് പാടുള്ളൂ. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോവാം. ആദ്യത്തെ ഷെയർ നമുക്ക് ഓയിൽ ഇന്ത്യ ലിമിറ്റഡ് ആണ്. 386 രൂപയുടെ ഇപ്പോൾ ക്ലോസ് റേറ്റ്. നമുക്ക് 385-നും 387-നും റേഞ്ചിനുള്ളിൽ കിട്ടിയാൽ മാത്രമേ ഇത് ഷോർട്ട് സെല്ല് ചെയ്യാൻ പാടുള്ളൂ. ഈ റേഞ്ചാണ് നമ്മളെ സ്റ്റോപ്പ് ലോസ് പോയിൻ്റ്. അതായത് 392 സ്റ്റോപ്പ് ലോസ് പോയിൻ്റ്. ഈ റേഞ്ചിൽ കിട്ടിയാൽ മാത്രമേ ഷോർട്ട് സെല്ല് ചെയ്യാൻ പാടുള്ളൂ. നാളെ ഒരു ഡൗൺ സൈഡിലേക്കാണ് മിക്കവാറും ഇതിൻ്റെ വ്യൂ. നമുക്ക് ചാർട്ട് 15 മിനിറ്റിൻ്റെ ചാർട്ട് വെച്ച് കാണുമ്പോൾ ഒരു ഡൗൺ സൈഡിലേക്കാണ് വ്യൂ കാണുന്നത്. അത് 15 മിനിറ്റിൻ്റെ ക്യാൻഡിൽ എടുത്ത് നോക്കുമ്പോഴും നമുക്കൊരു ഇൻട്രാഡേ ചാർട്ടിലേക്കും പോയി നോക്കാം എന്താണ് ഇതിൻ്റെ വ്യൂ എന്നുള്ളൂ. ഇൻട്രാഡേയിലും ഒരു വലിയൊരു റെഡ് ക്യാൻഡിലാണ് വന്നിരിക്കുന്നുള്ളത്. അപ്പോൾ നാളെയും ഒരു ഡൗൺ ട്രെൻഡ് നമുക്കിതിൽ പ്രതീക്ഷിക്കാം. നമുക്ക് അടുത്ത ഷെയറാണ് സൺ ടി വി. സൺ ടി വി ഇന്ന് ടോട്ടലി ഡൗൺ ട്രെൻഡിലേക്ക് തന്നെ ആയിരുന്നു. ലാസ്റ്റ് 15 മിനിറ്റിൻ്റെ ക്യാൻഡിൽ വലിയൊരു റെഡ് ക്യാൻഡിലാണ് വന്നിട്ടുള്ളത്. നമുക്കിവിടെ കണ്ടാലും അറിയാം റെഡ് ക്യാൻഡിൽ. നമ്മൾ സ്റ്റോപ്പ് ലോസ് പോയിൻ്റ് കൃത്യമായി പാലിക്കണം. 678 ഈ ലെവലാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് പോയിൻ്റ്. 678 സ്റ്റോപ്പ് ലോസ്. ഇതിൻ്റെ ഇന്നത്തെ ക്ലോസ് 671 ആണ്. അപ്പോൾ നമുക്ക് 670-ലും 673-ലും ഇടയിൽ കിട്ടിയാൽ മാത്രമേ ഇത് ഷോർട്ട് സെല്ല് ചെയ്യാൻ പാടുള്ളൂ. 670-ഉം 673-ലും ഇടയിൽ ഷോർട്ട് സെല്ല് ചെയ്യുക. 678 സ്റ്റോപ്പ് ലോസ് വയ്ക്കുക. ഈ ലെവലിൽ സ്റ്റോപ്പ് ലോസ്. അപ്പോൾ ഒരു ഡൗൺ സൈഡിലേക്കാണ് നാളത്തെ വ്യൂ മിക്കവാറും ഉണ്ടാവുക. നമുക്കിതിൻ്റെ ഇൻട്രാഡേ ചാർട്ടിലേക്ക് ഒന്ന് പോയി നോക്കാം. സൺ ടി വി കുറച്ച് ദിവസങ്ങളിലായിട്ട് ഡൗൺ ട്രെൻഡിലേക്ക് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു സപ്പോർട്ട് എങ്ങാനും ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഒരു നല്ലൊരു ഫാള് നമുക്കിതിൽ കിട്ടാൻ സാധ്യതയുണ്ട്. ഇവിടെ നല്ലൊരു ഫാള് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ സ്റ്റോപ്പ് ലോസ് കൃത്യമായിട്ട് പാലിക്കണം. നമ്മൾ അടുത്ത ഷെയറാണ് സ്റ്റെർലൈറ്റ് ടെക്നോളജീസ്. ലാസ്റ്റ് 15 മിനിറ്റിന് ക്യാൻഡിൽ ഒരു റെഡ് ക്യാൻഡിലാണ് ഒരു സപ്പോർട്ട് ബേസിൽ വന്ന് നിൽക്കുന്നു. ഇന്നത്തെ ലോര അവിടെ വന്ന് നിൽക്കുന്നു. ടോട്ടലി ഇന്ന് ഫുള്ള് ഡൗൺ ട്രെൻഡിലേക്ക് തന്നെ ആയിരുന്നു. നമുക്ക് ഈ ലെവലാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇടേണ്ട ലെവല്. ഈ ലെവല് 147 സ്റ്റോപ്പ് ലോസ് ഇടേണ്ടത്. 144-നും 145-നും ഇടയിൽ കിട്ടിയാൽ മാത്രമേ ഷോർട്ട് സെല്ല് ചെയ്യാൻ പാടുള്ളൂ. ഈ 2 റേഞ്ചിന് ഇടയിൽ കിട്ടിയാൽ ഷോർട്ട് സെല്ല് ചെയ്യുക. 147 ഒരു 2 രൂപ റിസ്ക് മാത്രം. നമുക്കിതിൻ്റെ ഇൻട്രാഡേ ചാർട്ട് ഒന്ന് നോക്കാം. ഇൻട്രാഡേ ചാർട്ടിൽ ഒരു റേഞ്ചാണ് നിൽക്കുന്നത്. ആ റേഞ്ച് എങ്ങാനും നമ്മുടെ ഭാഗ്യത്തിന് ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഫാള് നമുക്ക് ഇതിൽ കിട്ടും. നല്ലൊരു പ്രോഫിറ്റ് ഇതിൽ ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സ്റ്റെർലൈറ്റ് ടെക്നോളജിയാണിത്. അപ്പോൾ ആദ്യമേ പറഞ്ഞ പോലെ 1ാമത്തെ കണ്ടീഷൻ നിഫ്റ്റി ഡൗൺ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ഷോർട്ട് സെല്ല് ചെയ്യാൻ പാടുള്ളൂ. 2ാമത് കൃത്യമായ സ്റ്റോപ്പ് ലോസ് പാലിച്ചിരിക്കണം. 3ാമത് ഷോർട്ട് സെല്ല് ചെയ്ത ഷെയർസ് അന്ന് തന്നെ കവർ ചെയ്തിരിക്കണം. അപ്പോൾ ഇത്രയും കണ്ടീഷൻസ് പാലിച്ചിട്ട് മാത്രമേ ഷോർട്ട് സെല്ല് ചെയ്യാൻ നിൽക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇതാണ് നാളേക്കുള്ള ചില ഷെയർസ്. അപ്പോൾ എല്ലാവർക്കും ലാഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.